ഹലോ ഹൈഡിയേഴ്സ്, അപ്പം നമ്മുടെ 2025 ഇങ്ങനെ അവസാനിക്കാറാകുന്നു. അപ്പം 2026 തുടക്കമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അമ്പുടു കുഞ്ഞിൻ്റെ കൂടെയുള്ള ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. അമ്പുടു കുഞ്ഞ് വളരെ ആക്റ്റീവായിട്ട് പല്ല് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയെന്നൊക്കെ തോന്നും. പക്ഷേ ആ ബ്രഷ് എപ്പോഴും കൈ കാണും കേട്ടോ. പല്ല് തേക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടി വിയിൽ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്പുടുവിൻ്റെ കുറച്ച് ടോയ്സ് നിലത്ത് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാരി വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് അമ്പുടു കുഞ്ഞ് നമ്മുടെ ഫോൺ വന്നെടുത്ത് തന്നെത്താനെ വീഡിയോ എടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഫോൺ കിട്ടിയപ്പോൾ അവളുടെ സന്തോഷമാണ് ഈ കാണുന്നത്. അപ്പോൾ അതേ ആ സമയം നോക്കി എനിക്കൊരു ഉമ്മയും തന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്പുടു കുഞ്ഞിതേ കുളിച്ച് ഫ്രഷായി ചോറുണ്ണാൻ വേണ്ടിയിട്ട് അമ്മച്ചിയുടെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ വഴക്ക് കൂടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മേശപ്പുറത്ത് കയറി നിന്നിട്ട് ചോറുണ്ണാനുള്ള തന്ത്രപ്പാടിലായിരുന്നു കേട്ടോ. വേണ്ട ചോറെന്നൊക്കെ പറഞ്ഞത് ഇറങ്ങിപ്പോയി പിടച്ച് നമ്മുടെ ദിവാങ്കോട്ടയിൽ കയറിയിട്ട് ജനൽ തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ആ ജനലാണെങ്കിൽ ഫുള്ള് നമ്മൾ ലോക്കാക്കിയിട്ടേക്കുവാണ് കേട്ടോ. അവളാണെങ്കിൽ തുറന്നാൽ കാറ്റ് വരുമ്പോഴത്തേനും പിന്നെ ഒച്ച കേൾക്കുമ്പോഴത്തേനും ജനലിങ്ങനെ അടഞ്ഞു പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഒച്ചപ്പാടും ബഹളമൊക്കെ വെച്ച് ജനൽ ഓപ്പൺ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മച്ചി നിലത്തിന് കസേര എടുത്ത് ദിവാങ്കോട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തക്കം നോക്കി നല്ല സന്തോഷത്തിൽ നമ്മുടെ കൊച്ചു കയറി കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. പിന്നെ എന്തിനൊക്കെയോ കരഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്, എന്നാന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ പരിയമ്പുറത്തെ വാതിലൊന്ന് തുറന്ന് അമ്മച്ചി മുറ്റത്തിറങ്ങിയതാട്ടോ. അവളെ കാണാതെ കുറച്ച് പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ അവൾ ആ തക്കം നോക്കി പുറത്ത് കിടന്നു കേട്ടോ. എങ്ങനെയോ അറിഞ്ഞു ജമീലാമ്മ പുറത്ത് കയറിയിട്ടുണ്ടെന്ന്. ആണെങ്കിൽ അവിടെ ജമീലാമ്മച്ചിയുടെ കൂടെ ഇങ്ങനെ അടിക്കാനും വരാനൊക്കെ നടക്കണം. നമ്മുടെ അമ്പുടു കുഞ്ഞിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അമ്മ മുറ്റത്തിറങ്ങിയ തക്കം നോക്കി അമ്മയുടെ കൂടെ പുറവശത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. എങ്ങനെയും ഈ മുറ്റത്തൊന്ന് ചാടിക്കിടക്കണം എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ മുറ്റത്താണ് വലിയ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്പുടുവിനെയാണെങ്കിലും മുറ്റത്തിറക്കി വിടുന്ന അത്ര സേഫ്റ്റി അല്ല കേട്ടോ. കാരണം നമ്മുടെ ജമീലാമ്മ ഒന്ന് ഈ മട്ടയുടെ പൊക്കത്തിൽ നിന്ന് വീണ ഒരു എക്സ്പീരിയൻസും ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ സൈഡ് ഇങ്ങനെ കെട്ടാത്തതുകൊണ്ട്. എന്നാലും അമ്പുടു കിട്ടിയ പാടത്തെ ഓടണ ആട്ടയിൽ കാണുന്നത്. പണ്ടൊന്നും ഇത്രയും വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ അമ്പുടു കുഞ്ഞിച്ച് ആക്റ്റീവായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പടപടാന്ന് എല്ലാ വഴിയും കണ്ടുപിടിച്ച് ഓടും കേട്ടോ. അപ്പോൾ അമ്പുടു അതിലേക്കൂടെ ഓടുന്ന ഒരു ഓട്ടം കുറയാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ആ പലക എടുത്ത് അങ്ങോട്ട് നീട്ടി വെച്ചാട്ടോ. ഇനി ഞാൻ എന്നാ ചെയ്യും പഠിച്ചോനേന്നും പറഞ്ഞ് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്നിട്ട് നമ്മുടെ അമ്പുടു കുഞ്ഞ് തിരിച്ചു തന്നെയാട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അമ്പുടുവിനെ ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വന്ന് ഇനി കിടത്തി ഉറക്കിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ച സമയത്ത് നമ്മുടെ കറണ്ടും പോയിട്ടോ. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്പുടുവിനാണെങ്കിൽ ഉറങ്ങണ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹം നമ്മുടെ അമ്പുടു കുഞ്ഞാണെങ്കിൽ ഒരു കുഞ്ഞ് ഫാനൊക്കെ പിടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാനായിട്ട് പോണേ കേട്ടോ കാണുന്നത്. അപ്പോഴത്തേ നമ്മുടെ കുഞ്ഞ് ഉറങ്ങിയിട്ടോ. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുറച്ച് നേരം അവളുടെ കൂടെ കിടന്നു കേട്ടോ. അല്ലെ പെട്ടെന്ന് എണീച്ച് പോയാൽ നമ്മുടെ അമ്പുടു കുഞ്ഞ് അപ്പം തന്നെ എൻ്റെ കൂടെ ഇങ്ങ് ചാടി എണീച്ച് വരും. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവളുടെ കൂടെ കിടന്നിട്ട് പയ്യെ എണീച്ച് വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമുക്കാണ് ഒരു കുഞ്ഞ് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ അമ്പുടു കുഞ്ഞിനാണെങ്കിൽ പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സേമിയ പായസം ചടപടാന്ന് ഞങ്ങൾ ഉണ്ടാക്കി കേട്ടോ. കാരണം ജമീലാമ്മയുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെത്താനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം ഉണ്ടാക്കി കഴിഞ്ഞ് ഗ്യാപ്പ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പയ്യൊന്ന് നമ്മുടെ കുഞ്ഞാവേനെ പോയി നോക്കിയിട്ടോ. കാരണം എന്താ അവസ്ഥ എന്നൊന്നും അറിയണമല്ലോ. ഇടയ്ക്കൊക്കെ എണീച്ച് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പയ്യെ അമ്പുടു കുഞ്ഞിനെ ഒന്ന് പോയി നോക്കിയിട്ടോ. അപ്പോൾ അതേ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ അമ്പുടു കുഞ്ഞ് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കരച്ചിലോടുകൂടി. എന്നൊക്കെയാണെങ്കിലും കരയോ അല്ല ഇനി അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ച് എടുത്ത് നമ്മൾ ജമീലാമ്മയുടെ കൊണ്ട് കൊടുത്തു. ജമീലാമ്മയുടെ കയ്യിൽ അതേ വന്നിരിക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് അമ്പുടു കുഞ്ഞ് കസേരയൊക്കെ എടുത്തുകൊണ്ട് വന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ കസേരയുടെ പൊക്കത്ത് കയറി നിന്ന് അമ്പുടു കുഞ്ഞ് അങ്ങനെ ആസ്വദിച്ച് പായസം കുടിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അമ്പുടു കുഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് പായസം കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ആണെങ്കിൽ ആ പായസമൊക്കെ കുടിച്ചുകൊണ്ട് അമ്പുടു കുഞ്ഞിങ്ങനെ ഓടിപ്പാഞ്ഞ് കുറേ നേരം നടന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അമ്പുടു എന്നോട് പറഞ്ഞു ഞാൻ തന്നെ കുടിച്ചോളാം അമ്മി എന്നൊക്കെ പറഞ്ഞത് താനെ മേടിച്ച് കുടിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. തന്നെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അവസ്ഥ. കുറച്ച് നിലത്ത് കുറച്ച് കസേരയിൽ കുറച്ച് വയറ്റിലൊക്കെ പോവും. ഇങ്ങനെയൊക്കെയാണ്. അത് ഇങ്ങനെ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി വിശ്രമിക്കാൻ പോയി നിൽക്കണമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയി കുറച്ച് നേരം ആലോചിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇനി
എന്താ പോലും ആലോചിക്കണേന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അവൾ അവക്കടെ ബൗബൗവിനെ എടുത്തുകൊണ്ട് തന്നെ ഈ ബൗബൗവിന് ഞം കൊടുക്കണമെന്നും പറഞ്ഞ് വന്ന കാഴ്ച കണ്ടിട്ട് കണ്ണ അങ്ങനെ ബൗബൗവിനെ കൊണ്ട് അമ്മാനെ ഏൽപ്പിച്ചു. പായസം കൊടുക്കാനാണ് പുള്ളിക്കാരി പറയണത്. അപ്പോൾ അതേ അമ്മയുടെ കയ്യിൽ കുറച്ച് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് ബൗബൗവിനെ ഏൽപ്പിച്ചിട്ട് വീണ്ടും കസേര എടുത്തുകൊണ്ട് അമ്പുടുക്കുഞ്ഞ് വന്നിട്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് അമ്പുടുവിൻ്റെ സത്യം പറഞ്ഞാൽ മുറിയാണ് ഇതാ കാണുന്ന സ്റ്റോർ ഹൗസ് എന്ന് വേണേൽ പറയട്ടെ. കാരണം അമ്പുടുവിൻ്റെ എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വെച്ചേക്കണം അവിടെയാണ്. അപ്പോൾ എൻ്റെ ബാഗ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ബാഗ് വലിച്ചുകൊണ്ട് തന്നെ കാഴ്ചയായിട്ട് കാണണേ. ബാഗ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്പുടുവിന് വേറെ ഒന്നും വേണ്ട, അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം എടുത്ത് മെനപണിയുക എന്നുള്ളതാണ് അമ്പുടുവിൻ്റെ അടുത്ത ടാർഗറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പൈസയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. ആ പൈസയൊക്കെ എടുത്ത് നിലത്തോട്ട് ഇട്ടു കേട്ടോ. പക്ഷേ പുള്ളിക്കാരി പൈസ കീറിയൊന്നും കളയില്ല കേട്ടോ. പൈസ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഐറ്റം എന്നൊക്കെ അവൾക്ക് അറിയാം കേട്ടോ. അപ്പോൾ അവൾ അതിൻ്റെ അകത്ത് വേറെയും കുറച്ച് പേപ്പറോ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഭയങ്കരമായിട്ട് അന്വേഷണത്തിലാണ് കേട്ടോ. പക്ഷേ അപ്പോൾ അവൾ നോക്കിയപ്പോൾ അവൾക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം കിട്ടി. എന്താണെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ആയിമോദക ഗുളികയില്ലേ, അതാണ് കേട്ടോ. അതൊക്കെ ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അതൊന്ന് തുറന്ന് മെനെ പണിയണം. അപ്പോൾ അതെല്ലാം കൂടെ പുള്ളിക്കാരി അത് നിലത്തി അടിച്ചിട്ടു. പെട്ടെന്ന് തന്നെ ഞാൻ അത് അടച്ചു കൊടുത്തുട്ടോ. കാരണം അല്ലെങ്കിൽ വയറ്റിലൊക്കെ പോയ പ്രശ്നമാണല്ലോ. എന്നാലും വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ 2 തിന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിച്ച് നോക്കിയിട്ടുള്ള അതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ കാണുന്നത്. കാരണം ഒരു 20 പുളിയോ എന്തൊക്കെയോ ഫീലിങ്സൊക്കെ ഉണ്ടായിട്ടോ. പക്ഷെ എന്നാലും അവൾ തളർന്നില്ല. തളരരുത് രാമൻകുട്ടി എന്ന് പറയണ പോലെ അവൾ അത് വീണ്ടും കഴിച്ചു കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ കിടന്ന് അള്ളാ വെച്ച് ഉറങ്ങിക്കോ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് നേരം കിടപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പയ്യെ അവിടെ നിന്ന് വീണ്ടും എണീച്ച് എന്താ ഞാനിനി അടുത്തത് ചെയ്യേണ്ടതെന്നുള്ള ആലോചനയിലാണ് കേട്ടോ പുള്ളിക്കാരി. നേരെ വീണ്ടും ആ മുറിയിലോട്ട് പോയി അമ്മയുടെ കട്ടിലേക്ക് കയറി. എങ്ങനെയോ കയറി കേട്ടോ, വലിഞ്ഞ് കയറി. ഇപ്പോൾ സ്ഥിരം പരിപാടി ഇതാണല്ലോ, കട്ടിലേ വലിഞ്ഞേറുക, മേശപ്പുറത്ത് വലിഞ്ഞേറുക, ദിവാങ്കോട്ടി കയറി. ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ഇപ്പോൾ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അങ്ങനത്തെ വലിഞ്ഞേറി കട്ടിലയിൽ കുറച്ച് നേരം അവിടെയും കിടന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ അമ്പുടുവിനോട് പറഞ്ഞു അല്ലാ വെച്ച് അവിടെ കിടന്നോ അമ്പുടു കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും തയ്യാറില്ല. എന്നാൽ ബൗബൗവിൻ്റെ കൂടെ കിടന്നുറങ്ങിക്കോന്ന് പറയുമ്പോഴത്തേനും ഇതേ ബൗബൗവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കാനായിട്ട് പോകണേ കേട്ടോ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മെന പണിതുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് നേരം കിടക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനും അമ്പുടു കുഞ്ഞിൻ്റെ കൂടെ പോയി കിടന്നു കേട്ടോ. നമ്മൾ രണ്ടുപേരും പിന്നെ ഒരുമിച്ച് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ മേത്ത് കയറി കുത്തി മറിയണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിലും ഞാൻ വീഡിയോ എടുക്കാം മീന്നും പറഞ്ഞ് പുള്ളിക്കാരി ഫോണൊക്കെ എൻ്റെ കയ്യിൽ പിടിച്ച് മേടിച്ച് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കൊഞ്ചിച്ച് സ്നേഹിക്കണ മനോഹരമായ കാഴ്ചയാണ്. കാരണം കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആകുമ്പോൾ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ വാശിയും ചിത്താന്തൊക്കെ എടുക്കണ്ട. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇടിയെ നമുക്ക് ടൗൺ വരെ ഒന്ന് പോയാലോ എന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അപ്പം തന്നെ ഇത് റെഡിയായി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇട്ട് തൊടുവഴിക്ക് പോകാനായിട്ട് നിൽക്കുവാണ് കേട്ടോ. അവൾ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഞാനും അമ്പുടു കുഞ്ഞിൻ്റെ റൂട്ടിലൂടെ നടന്നു പോവാണ് കേട്ടോ. അവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വന്നു. നമ്മളിതേ ഷോപ്പിലെത്തി കേട്ടോ. അമ്പുടുക്കുഞ്ഞ് ഷോപ്പിലെത്തിയ വാഴ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ മിറർ കാണുമ്പോഴത്തേനും അത് വാവയാണ് നിൽക്കണേന്നും പറഞ്ഞ് അമ്പുടുക്കുഞ്ഞാണെങ്കിൽ വാവേനെ കാണാൻ വേണ്ടിയിട്ട് ആ കണ്ണാടിയുടെ ചോട്ടിൽ നിന്ന് മാറുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം നിന്ന് കളിക്കുകയോ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ അതേ തിരിച്ച് വീണ്ടും വന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ടോട്ടലി ഫ്രീ ആയി ഇരിപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് നേരം ഫോണിലൊക്കെ പണിതു. ഞാനങ്ങനെ ഫുൾ ടൈം ഫോണൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം അമ്മച്ചിയുടെ കയ്യിലിരുന്നപ്പോഴത്തേനും ചാടി പിടിച്ച് മേടിച്ച് പിന്നെ കരയിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പം രാത്രിയായിരുന്നു. നമ്മുടെ അമ്പുടു കുഞ്ഞ് പാവ അള്ളാ വെച്ചു കേട്ടോ ഉറങ്ങുവാണ്. അങ്ങനെ നമ്മുടെ അമ്പുടു കുഞ്ഞിന് 2026 ലാസ്റ്റ് ദിവസത്തെ മനോഹരമായ നിമിഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. അപ്പം നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ടാറ്റാ ബൈ ബൈ.